പ്രതി ഷെറിന് ശിക്ഷ ഇളവ് നൽകി ജയിൽ മോചിതയാക്കാനുള്ള സർക്കാർ ശുപാർശയിൽ കൂടുതൽ വിശദീകരണം തേടാനാണ് രാജ്ഭവൻ തീരുമാനിച്ചിട്ടുള്ളത്. ഫയൽ പരിശോധിച്ച് നിയമവശങ്ങൾ മനസ്സിലാക്കി കൂടുതൽ വിശദീകരണത്തിനായി മടക്കും. ഉടൻ തീരുമാനമുണ്ടാകില്ല. നിലവിൽ ശിക്ഷ ഇളവിനായി സർക്കാർ ശുപാർശ ചെയ്ത ഒരു തടവുകാരിയുടെ ഫയൽ ഗവർണറുടെ തീരുമാനം കാത്ത് രാജ്ഭവനിലുണ്ട്. ചൊവ്വാഴ്ച ചേർന്ന മന്ത്രിസഭ ഷെറിന്റെ ശിക്ഷ ഇളവ് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും ഇത് സംബന്ധിച്ച ഫയൽ രാജ്ഭവനിലെത്തിയിട്ടില്ല. ഗവർണറുടെ മനസ്സറിഞ്ഞ ശേഷം മാത്രം ഫയൽ നൽകിയാൽ മതിയെന്നാണ് തീരുമാനം. ജീവപര്യന്തം സംബന്ധിച്ച് മുൻകാല സുപ്രീം കോടതി വിധികളും രാജ്ഭവൻ ശേഖരിക്കുന്നുണ്ട്. ഷെറിന്റെ കാര്യത്തിൽ സർക്കാർ അസാധാരണമായ തിടുക്കം കാട്ടിയെന്ന വാർത്ത രാജ്ഭവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു മന്ത്രി ഷെറിന്റെ മോചനത്തിനായി ഇടപെട്ടെന്നും ഇക്കാര്യം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മരിച്ച കാരണവരുടെ ബന്ധു പറഞ്ഞിരുന്നു. പരാതിയും നൽകും. ഇതെല്ലാം മനസ്സിലാക്കിയാണ് രാജ്ഭവൻ നീങ്ങുന്നത്. ആ ഫയൽ രാജ്ഭവനിലേക്ക് സർക്കാർ അയക്കാൻ ഇടയില്ലെന്നും സൂചനയുണ്ട്. CPM-ൽ ഒരു വിഭാഗം എതിർപ്പിലാണ്. എന്നാൽ ഫയൽ രാജ്ഭവന് കൈമാറണമെന്നും തീരുമാനത്തിനായി സമ്മർദ്ദം ചെലുത്തേണ്ടതില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം. അതേസമയം ഗവർണർ ഫയലിൽ ഒപ്പിട്ടാൽ TP കേസിലെ പ്രതികളുടെ ഫയൽ അയക്കും. ഭാസ്കരക്കാരനവർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിൻ ജയിൽ മോചിതയാകാനുള്ള സാധ്യത കുറവെന്നാണ് വിലയിരുത്തൽ. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം രാജ്ഭവൻ അംഗീകരിക്കാൻ ഇടയില്ല. എല്ലാ നിയമവശങ്ങളും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തേടും. വിശദ നിയമോപദേശവും തേടും. ഏത് സാഹചര്യത്തിലാണ് ഷെറിന് മാത്രമായി ശിക്ഷ ഇളവ് നൽകുന്നതെന്നും പരിശോധിക്കും. ഷെറിന് നല്ല നടപ്പ് കിട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്നും പരിശോധിക്കും. CPM-ന് ഷെറിന്റെ ഫയലിൽ അനുകൂല തീരുമാനമെടുത്തതിൽ വിരോധമുണ്ട്. കണ്ണൂർ വിമൺ പ്രസ് ആൻഡ് കറക്ഷണൽ ഹോമിൽ ഓഗസ്റ്റ് 8-ന് കൂടിയ ഉപദേശക സമിതിയുടെ ശുപാർശയും നിയമവകുപ്പിന്റെ അഭിപ്രായവും പരിഗണിച്ചാണ് നടപടി. ഇതിൽ രാജ്ഭവൻ അന്തിമ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. ഉപദേശക സമിതിയുടെ ശുപാർശ കിട്ടിയതുകൊണ്ട് ഫയൽ മുൻപോട്ട് നീക്കിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഈ ഫയലിൽ തീരുമാനമെടുക്കാൻ രാജ്ഭവനിൽ സർക്കാർ സമ്മർദ്ദവും ചെലുത്തില്ല. നിയമവശങ്ങൾ നോക്കി ഗവർണർ എടുക്കുന്ന തീരുമാനം സർക്കാർ അംഗീകരിക്കും. ഒരു ഘടകകക്ഷി സമ്മർദ്ദമാണ് ഈ ഫയലിന് പിന്നിലെന്നാണ് സൂചന. അത് പരിഗണിച്ചാണ് മന്ത്രിസഭയുടെ അനുമതി. ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങൾ ഇടതുപക്ഷത്ത് നിർണായക ചർച്ചയാകാനിരിക്കുമ്പോൾ ആരെയും പിണക്കാൻ സർക്കാർ CPM-ഉം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് അസാധാരണ ഫയലിൽ അസാധാരണ തീരുമാനം സർക്കാർ എടുത്തത്. പക്ഷേ വിട്ടയക്കണമെങ്കിൽ ഗവർണറുടെ അനുമതി അനിവാര്യതയാണ്. വിദേശത്ത് പോകാനാണ് ഷെറിൻ ആഗ്രഹിക്കുന്നതെന്നാണ് സൂചന. അതിന് പക്ഷേ ഗവർണറുടെ അനുമതി അനിവാര്യതയാണ്. ജയിൽ ജീവിതത്തിനിടെ നിരവധി വിവാദങ്ങൾ ഷെറിന്റെ പേരിൽ ഉയർന്നിരുന്നു. ജൂൺ 11-നാണ് മാവേലിക്കര അതിവേഗ കോടതി ശിക്ഷിച്ച് ഷെറിൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിയത്. തുടർന്ന് ഇവരെ നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്ക് മാറ്റി. അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി 2015 മാർച്ചിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കൂടെ അനുവദിച്ചത് വലിയ വിവാദമായിരുന്നു. കൂടാതെ ജയിലിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയും ഉയർന്നു. 2017 മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി. ഇതെല്ലാം വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ബ്യൂട്ടി പാർലർ സമാനമായ സൗകര്യങ്ങൾ ഷെറിന് ജയിലിൽ കിട്ടിയെന്നും ആരോപണമുണ്ടായിരുന്നു. ഇങ്ങനെ ജയിൽവാസകാലത്ത് നിരവധി വിവാദങ്ങൾ ഉണ്ടാക്കിയ ഷെറിനാണ് നല്ല നടപ്പിന്റെ ആനുകൂല്യം കിട്ടുന്നത്. നേരത്തെയും ഷെറിന് ശിക്ഷയിളവ് നൽകാൻ സർക്കാർ തലത്തിൽ നീക്കമുണ്ടായിരുന്നു.